ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു എഗൺ ലേണിംഗ്. മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിന്ദി എക്സാമിനെ ഗ്രാമർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതൊരു 3 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. എന്നാൽ നമുക്ക് 3 മാർക്കിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിക്കുന്ന അത്ര സമയം നമുക്ക് പഠിക്കാനുമില്ല. എന്നാൽ നമുക്ക് ഇത് മനസ്സിലാക്കി വെച്ചാൽ 3 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ഹൈസ്കൂളിലെ ഒരുവിധ ക്ലാസ്സുകളിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. ഇതിൽ പ്രധാനമായും ഉള്ളത് സർവനാമ്, വിശേഷൺ, പിന്നെ വാക്യ ബദൽക്കർ ലിഖിയേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്, ഏതാണെന്ന് അറിയാമോ? ഒന്നെങ്കിൽ നമ്മൾ കാണാം മേ മേ, ഇപ്പോൾ മുജേ എന്ന വാക്ക് നൽകിയിട്ടുണ്ടാകും. എങ്ങനെയാണ് എഴുതി കാണിക്കുക കേട്ടോ. मुझे में निहित सर्वनाम, मुझे में निहित सर्वनाम कौन सा है? ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങളിൽ പലർക്കും ഇത് എഴുതാൻ വളരെ ഈസി ആയിരിക്കും അല്ലേ. മുജയിലുള്ള സർവനാം മേ എന്നതിൽ നിന്നാണല്ലോ മുജേ എന്നാകുന്നത്. അപ്പം മേ ആണ് ഇതിൻ്റെ സർവനാമം എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതും മേ എന്ന്. എന്നാൽ എക്സാമിന് എപ്പോഴും ഇങ്ങനെ തന്നെ ചോദിക്കണം എന്നില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടാകും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ 4 പരസർഗ് അല്ലെങ്കിൽ വികൽപ്പ് നൽകിയിട്ട് ചോദിക്കും. സഹി വികൽപ്പ് ചുൻകർ ലിഖേ. നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ വിഭക്തി പ്രത്യയം എന്ത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ സർവനാമം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പേരിന് പകരമായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന മേ, തു, തും. എപ്പോഴും നമ്മളിങ്ങനെ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഭയങ്കര മുഷിപ്പാണല്ലേ. അപ്പോൾ അതിന് പകരം നമ്മൾ പറയും നീ, നിങ്ങൾ, ഞങ്ങൾ, അല്ലേ, അവർ എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പ്രയോഗിക്കുന്ന തു, തും, വഹ്, യഹ്, വേ, യേ ഒക്കെ എന്താണ്? സർവനാമങ്ങളാണ്. അപ്പോൾ ഈ സർവനാമങ്ങളെ നമ്മൾ അതുപോലെ തന്നെ പഠിക്കണം. പിന്നെ ഇനി ഈ സർവനാമം നമ്മുടെ വിഭക്തി പ്രത്യയവുമായി കൂടി ചേരുമ്പോൾ അതിന് മാറ്റം സംഭവിക്കും. ഇപ്പോൾ ഇവിടെ മേ എന്നതിനോടൊപ്പം കെ ചേർന്നപ്പോൾ എന്തായി? മുജേ എന്ന് വന്നു. ശ്രദ്ധിക്കണേ മക്കളെ, മേ പ്ലസ് കെ വന്ന്, ഇതൊരു ഓപ്ഷനാണ് കേട്ടോ. കെ വരുമ്പോഴല്ല മുജേ വരുന്നത്. ഇതിൻ്റെ ശരിയായ ആൻസർ പറയുന്നില്ല. അങ്ങനെയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഇതിൽ ശരിയായ സർവനാമം പ്ലസ് ശരിയായ വിഭക്തി പ്രത്യയം, ഇത് രണ്ടും ചേർന്ന് കിട്ടുന്ന ശരിയായ വികൽപ്പ് ഇതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതണം. ഇതൊന്ന് നോക്കി എഴുതേണ്ട താമസമേ ഉള്ളൂ നമുക്ക് 1 മാർക്ക് ശരിയായാൽ. അപ്പോൾ നമുക്കറിയാം മേ പ്ലസ് ക എന്ന് പറഞ്ഞാൽ മേര, മേ പ്ലസ് കെ എന്ന് പറഞ്ഞാൽ മേരെ, മേ പ്ലസ് കി മേരി. അപ്പോൾ ഇവിടെ ശരിയായ ആൻസർ എന്ന് പറയുന്നത് മേ പ്ലസ് കോ ആണ്. എന്താണ്? മേ പ്ലസ് കോ. അപ്പോൾ നമുക്ക് ഇതാണ് ഇവിടെ കറക്റ്റായ ആൻസർ, മേ പ്ലസ് കോ. ഇനി ഇവിടെ തന്നെ മുജേ എന്ന് കൂടാതെ മുജ്കോ എന്ന് കൂടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ടേബിൾ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സർവനാമവും വിഭക്തി പ്രത്യയവും തമ്മിൽ കൂടി ചേരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ, അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. അപ്പോൾ അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ചോദ്യമാണ് വഹ് പ്ലസ് കെ. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മളോട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, വഹ് പ്ലസ് കെ വരുമ്പോഴാണോ ഉസ്കോ എന്ന് വരുന്നത്? വഹ് പ്ലസ് കോ വരുമ്പോഴാണോ? ഇനി അതല്ലെങ്കിൽ വേ പ്ലസ് കെ ആണോ? വേ പ്ലസ് കോ ആണോ? ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് എടുത്ത് എഴുതണം. അപ്പോൾ വഹിനോട് മാറ്റം വരുമ്പോൾ നമുക്കറിയാം ഉസ്സാവും അല്ലേ. അപ്പോൾ വഹ് പ്ലസ് കോ ആണ് ഉസ്കോ. അപ്പോൾ ഇതാണ് നമ്മുടെ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടേബിൾ. ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് നൽകിയിട്ടുണ്ട്? താഴോട്ട് സർവനാമം നൽകിയിട്ടുണ്ട്. മേ, തു, വഹ്, യഹ്, വേ, യേ, കോൻ, ഏകവചനം, ബഹുവചനം, കോയി, ജോ. അപ്പോൾ ഇത്രയും സർവനാമങ്ങൾ പഠിക്കാം. ഈ സർവനാമത്തിനോട് മേയോടൊപ്പം നെ ചേരുമ്പോൾ മേനെ, മേ പ്ലസ് കോ, മുജ്കോ, മുജേ. കണ്ടോ, ഈ കോ വരുന്നത് എപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കും. മുജേ എന്നും വരും, മുജ്കോ എന്നും വരും. ഇനി വഹ് നോക്കൂ, ഉസ്കോ എന്നും വരും, ഉസേ എന്നും വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക ഉസ്കോ എന്നായിരിക്കും. ഈ ഉസേ എന്ന് വരുമ്പോൾ നിങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിക്കും,
അത് തെറ്റല്ലേ, ഉസ്സേ അല്ലല്ലോ ഉസ്കോ അല്ലേ. പക്ഷേ ഇങ്ങനെ 2 വാക്ക് ആൻസർ നമുക്ക് ഇതിനുണ്ട് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാത്തിലും ഈ കോ വരുന്നത് കുറച്ചൊരു പ്രശ്നമാണ്. ബാക്കി നോക്കൂ, മുജ്സെ. ഇനി കാ ചേരുമ്പോൾ മേര, തേര, മേരെ, തേരെ. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. മേരി, തേരി, ഇതിൽ വരുന്ന മാറ്റം നിങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. ഇങ്ങനെ നമ്മൾ കുറേ തവണ വായിച്ചു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇത് കാണുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് വേഗം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ് വിശേഷൻ. വിശേഷൻ എന്താണ്? വിശേഷൻ ഏതെങ്കിലും ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ അതിൻ്റെ പ്രത്യേക ഒരു ക്വാളിറ്റി എടുത്ത് പറയുമ്പോൾ അല്ലേ, നമ്മൾ പറയും. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ കയറി, അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ തണുത്ത വെള്ളം ഉണ്ടോ, അതല്ലെങ്കിൽ ചൂടുള്ള വെള്ളം ഉണ്ടോ, അതല്ലെങ്കിൽ നോർമൽ വാട്ടർ ഉണ്ടോ, എന്തെങ്കിലും ഒന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി അവിടെ പറയും അല്ലേ. അതാണ് നമുക്ക് എന്താണോ ആവശ്യം അതിനെ ഒന്ന് വിശേഷിപ്പിക്കുന്നു അല്ലേ. ടണ്ട, ഗരം, ഇതൊക്കെ എന്താണ്? ഗരം പാനി. ഇസ്മേ വിശേഷൻ ശബ്ദ കോൺസാ ഹെ എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? ഗരം. ഗരം പാനിമേ വിശേഷൻ ഏതാണ്? ഗരമാണ്. അപ്പോൾ ഇതിനെന്ത് പറയും? ഇത് വിശേഷൻ, ഇത് വിശേഷി എന്ന് പറയും. എന്തിനെയാണോ വിശേഷിപ്പിക്കുന്നത് അതാണ് വിശേഷി. ഇനി നമ്മളോട് ഇവിടെ ചോദിക്കുകയാണ് അക്കേലി ആവാസ് എന്നൊരു വാക്കാണ്. അക്കേലി ആവാസ്, ഇതിൽ ഏതാണ് വിശേഷൻ? അപ്പോൾ നമ്മൾ വേഗം എടുത്ത് എഴുതുന്നു. എന്താണ് ആൻസർ? അക്കേലി. ഇങ്ങനെ നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ കവിതയിൽ നിന്ന് നമുക്ക് ഇതുപോലെ വിശേഷണം ചോദിക്കാം. അതല്ലെങ്കിൽ ചാപ്റ്ററിൽ നിന്ന് ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് അല്ലെ, പ്രയോഗിക്കുന്ന വാക്ക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു സെൻറ്റൻസിൽ നിന്ന് അണ്ടർലൈൻ ചെയ്ത വാക്കിൽ നിന്നും ഏതാണ് വിശേഷൻ പദ് എന്ന് ചോദിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കറക്റ്റായത് നിങ്ങൾ എടുത്തെഴുതണം. ഇപ്പം ഞാൻ പറയാണ് ചോട്ടി ലടുക്കി. ചോട്ടി ലടുക്കി, इसमें विशेषण कौन सा है? ചോട്ടി. യെസ്, ചോട്ടി എന്നാണ്. മനസ്സിലായല്ലോ? വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കവിതയിലുള്ള വാക്കുകളൊക്കെ ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയാൽ നമുക്കതിൻ്റെ ആൻസർ എടുത്ത് എഴുതാൻ പറ്റും. അപ്പോൾ വിശേഷൺ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മളോട് ചോദിക്കുന്നത് പലപ്പോഴും വാക്യ ബദൽക്കർ ലിഖേ. നമുക്കൊരു വേർഡ് സെൻറ്റൻസ് നൽകിയിട്ട് അത് മാറ്റി എഴുതാൻ വേണ്ടി പറയും. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, വഹ് സ്കൂൾ ജാ രഹാ ഹെ. വഹ് സ്കൂൾ ജാ രഹാ ഹെ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോദ്യം ഇതാണ്, വഹ് കെ ബദലെ വേ കാ പ്രयोग കീജിയേ. വഹ് എന്നതിന് പകരം വേ എന്നതിൻ്റെ പ്രയോഗം. അപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ പല കുട്ടികളും ചെയ്യുന്നതാണ് വേ സ്കൂൾ ജാ രഹാ ഹെ എന്നെഴുതും. എന്താണ് കുട്ടികൾ ചിന്തിക്കുന്നത്? എന്താണ് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുക, വഹ് എന്നതിനെ മാറ്റിയിട്ട് വേ എന്ന് ചേർക്കണം. സോ ഈസി അല്ലേ. അപ്പോൾ ഇത് വളരെ സോ സിമ്പിൾ ആണ് എന്ന് കരുതിക്കൊണ്ട് വേ എന്ത് ചെയ്യും? വഹ് എന്നതിനെ അങ്ങോട്ട് മാറ്റുന്നു, അവിടെ വേ വെക്കുന്നു. പക്ഷെ എപ്പോഴും മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അവിടെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ വേ വരുമ്പോൾ സെൻറ്റൻസിന് വരുന്ന മാറ്റങ്ങൾ, അതിനാദ്യം വഹിൻ്റെയും വേൻ്റെയും അർത്ഥം മനസ്സിലാക്കണം. ഏത് സെൻറ്റൻസ് ആയിക്കോട്ടെ, നമുക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വേ എന്നോ വഹ് എന്നോ ഇല്ലാത്തൊരു സെൻറ്റൻസ് നൽകിയേക്കാം. അപ്പോഴും അവിടെ മാറ്റേണ്ടത് ആരെയാണോ അതിൻ്റെ പ്രത്യേകത നോക്കണം. ഇതൊരു സർവനാമാണ് അല്ലേ. വഹ് എന്നതൊരു സർവനാമാണ്, വേ സർവനാമാണ്. വഹിൻ്റെ പ്രത്യേകത എന്താണ്? ഏകവചനം. വേ എന്നതോ ബഹുവചനം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ടെൻസ് ചിന്തിക്കണം, ഇത് സിംഗിൾ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെ ഏകവചനമാണ്, ഇത് ബഹുവചനമാണ്. അതുകൊണ്ട് തന്നെ സ്കൂൾ ജാ എന്നതിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇവിടെ രഹ എന്നത് എന്താകുന്നു? വേ എന്നായതുകൊണ്ട് തന്നെ രഹാ ഹേ എന്നത് രഹേ ഹേ എന്നാകുന്നു. എന്താകുന്നു? രഹേ ഹേ എന്നായി മാറുന്നു. അപ്പോൾ ലടുക്കി ലടുക്കി ഗാത്തി ഹേ എന്ന് നമുക്കൊരു സെൻറ്റൻസ് തന്നു. ഇവിടെ ലടുക്കിയാം എന്നാക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലടുക്കി ഏകവചനമാണ്. ഇനി നമുക്കൊരു ബഹുവചനം എഴുതാം. ലടുക്കിയാം ഗാത്തി
ഹേ. ഇവിടെ കണ്ടോ കുത്ത് വരുന്നു, വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ ലഡിക്കിയാം എന്നാക്കി. ഈ ലഡിക്കിയാം എന്നതിന് ഒരു കുത്തൊക്കെ വന്ന ഒരു ഭംഗിയാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹേക്കും ഒരു കുത്ത് കൊടുക്കുന്നു. എന്തിനാണ്? അത് ബഹുവചനമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ക്വസ്റ്റ്യൻസും നിങ്ങൾ നന്നായിട്ട് മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്താണ് സർവനാം, സർവനാം എങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നു. അത് നിങ്ങൾ തന്നെ ഒന്ന് വായിച്ച് ആ സർവനാം ഏതൊക്കെയാണ്, വിഭക്തികൾ ഏതൊക്കെയാണ്, അത് തമ്മിൽ ചേരുമ്പോഴുള്ള മാറ്റം നോട്ട് ചെയ്യുക. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ മേ, വഹ്, വേ, യഹ്. അപ്പോൾ ഈ ഒരു 4 സർവനാമെങ്കിലും നിങ്ങൾ നന്നായിട്ട് മാക്സിമം കാണാതെ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കാം. അതല്ലെങ്കിൽ നന്നായിട്ട് ആ ടേബിൾ ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ സർവനാമം പഠിച്ചു, വിശേഷണം പഠിച്ചു. ഇനി ഈ സെൻറ്റൻസുകൾ ഇതെങ്ങനെ മാറ്റി എഴുതണം, അല്ലെങ്കിൽ എങ്ങനെയാണ്, അത് ഒരുപാടുണ്ടല്ലോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങളുടെ ചാപ്റ്റേഴ്സ് നന്നായിട്ട് വായിക്കുക. വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, ഈ ഹേക്ക് എന്തുകൊണ്ട് കുത്തുവന്നു, ഇത് ബഹുവചനമാണ്, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന സർവനാമം ഏതാണ്, എന്തുകൊണ്ടാണ്, ഇങ്ങനെ ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ ഒന്ന് വെക്കുക. ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.